അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അന്ന് ക്രിസ്മസിന് പോയ പോലെ തന്നെ നമ്മൾ നൈറ്റ് ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ ന്യൂ ഇയർ പാർട്ടീസ് ശോഭ സിറ്റിയിലും അതേപോലെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് ചെമ്മീൻ ബാൻഡ് ഉണ്ടല്ലോ, അവരുടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു 10:30 ഒക്കെ ആകുമ്പോഴേക്കും ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും നിരഞ്ജനയും മമ്മിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് കല്യാൺ സിൽക്സ് ആണ്, അവിടെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൗൺ ഫുള്ള് ന്യൂ ഇയർ വൈബായിരുന്നു കേട്ടോ. അപ്പം മമ്മി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ പറയായിരുന്നു, അച്ഛൻ നമുക്ക് അവിടെ നിന്ന് റീൽ എടുത്താലോ എന്ന്. എൻ്റെ മമ്മിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും എൻ്റെ മമ്മിക്ക് ഇങ്ങനെ റീൽസ് എടുക്കണം. അത് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, നീ എടുക്ക്. അപ്പം ഞാനായാലും പറയുമോ മമ്മി നമുക്ക് റീൽ എടുത്താലോ പറയുമ്പോൾ നീ എടുക്ക് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല റീൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജീൻസും ക്രോപ്പ് ടോപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് സ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ റീൽസൊന്നും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെസ്റ്റേൺ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റീൽസ് എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ പറയുക, ഇത് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് സ്പോട്ടൊന്നും കൂടി അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മളത് നോക്കാതെയാണ് പോയത്. ചെമ്മീൻ ബാൻഡിൻ്റെ എന്താ പറയുക പ്രോഗ്രാം ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ നമ്മൾ വിചാരിച്ചു അത് തേക്കിൻകാട് മൈതാനത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ട് പാർമിക്കാവിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് ചെയ്തത്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ചൂളിപ്പോയി, അവിടെ ആയിരുന്നില്ല പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പാർമിക്കാവിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് വടക്കുന്നാഥൻ്റെ അവിടേക്ക് പോയിന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഫുൾ ചുറ്റിയിട്ട് ഇപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ശക്തൻ്റെ അവിടെയാണ് ആക്ച്വലി പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നമ്മൾ വിചാരിച്ചു തേക്കിൻകാട് മൈതാനത്താവുന്നു, കാരണം ഒരുവിധം എല്ലാ ന്യൂ ഇയർ പ്രോഗ്രാംസും അവിടെയാണ് നടക്കാറുള്ളത്. മെയിൻ സ്പോട്ട് അതാണ്. അതിപ്പോൾ ന്യൂ ഇയർ പ്രോഗ്രാംസ് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ തന്നെ സ്റ്റേറ്റ് 2018 സ്റ്റേറ്റ് നടന്ന ടൈമിലായാലും മെയിൻ സ്റ്റേജൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ബാക്കിയുള്ള സ്റ്റേജ് വല്ല സ്കൂളിലൊക്കെയാവും ഉണ്ടാവാറില്ല. അപ്പോൾ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും മെയിനായിട്ട് അവിടെ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ശക്തൻ്റെ അവിടെ വന്നു. ദേ കണ്ടില്ലേ, നോക്കുമ്പോൾ അവിടെ ഫുൾ ക്രൗഡാണ്. നമുക്ക് നിൽക്കാൻ കൂടിയുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്കിത് കാണണം എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ എന്നെ ഏതോ ഒരു വഴി കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ റീൽസ് എടുക്കുന്ന സ്പോട്ടില്ലേ ആകാശപാത, അവിടെ വരെ എത്തിയിട്ടോ. അവിടെ പോലും നിൽക്കാനോ ഇരിക്കാനോ ഉള്ള സ്പേസും കൂടി ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ക്രൗഡിൻ്റെ ഉള്ളിൽ കൂടെ ഞാനും മമ്മി നിരഞ്ജനും കൂടി പോയി. പക്ഷെ ഒന്നും നടന്നില്ല. അതേപോലെ തിരിച്ച് ബാക്കിലോട്ട് വരേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. എന്നാലും സാരില്ല കേട്ടോ, കാരണം ആ സ്റ്റെപ്പിൽ നിന്നിട്ട് കുറച്ചൊക്കെ കാണാൻ പറ്റി. സ്റ്റേജും ആ വ്യൂവും കാണാൻ പറ്റില്ല. ബട്ട് അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു, സ്ക്രീനിലൂടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടില്ലേ, ഞാൻ ഡാൻസ് ചെയ്തിരുന്ന സ്പേസിലൊക്കെ ഫുൾ ക്രൗഡാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസൊക്കെ ചെയ്ത് അടിച്ചു പൊളിക്കുകയായിരുന്നു. നല്ല വൈബായിരുന്നു. ന്യൂ ഇയറിൻ്റെ ഒരു ഗുമ്മുണ്ടായിരുന്നു. ഈ പ്രോഗ്രാം ആക്ച്വലി ഉണ്ടായിരുന്നത് ഒരു 12:30 വരെയൊക്കെ ആയിരുന്നു കേട്ടോ. 12:30 വരെയും പോയിട്ടില്ല, അപ്പോഴേക്കും എല്ലാവരും പോയി തുടങ്ങി. ഒരു 12 മണി 12:15 ആ ടൈമിലാണ് ഇവരിതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ കുറേ ടൈമൊന്നും പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയില്ല. നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് തോന്നിയ കുറച്ചും കൂടി നേരത്തെ പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ എന്നിട്ട് തന്നെ പ്രോഗ്രാം കാണാമായിരുന്നു തോന്നി. അപ്പോൾ അതെന്തായാലും പറ്റിയില്ല. എന്തായാലും കുറച്ചെങ്കിൽ കുറച്ച് കാണാൻ പറ്റില്ല, അത് മതി. വേസ്റ്റ് ആയില്ല വന്നത്, എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 12 മണിയാകുമ്പോഴേക്കും പ്രോഗ്രാം അവസാനിച്ചിട്ട് എല്ലാവരും പോകാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വടക്കുന്നാഥൻ്റെ അവിടെ നമ്മുടെ മെയിൻ സ്പോട്ട് അത്, അവിടെ ചെന്നിട്ട് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. പിന്നെ അവിടെ ഗിറ്റാർ ആർട്ടിസ്റ്റ് അന്നുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ നിരഞ്ജനയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിൽ പോയി. എനിക്ക് പിന്നെ അതിനോട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാനും മമ്മി അവിടെ കാറ്റ് കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവിടെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷാർപ്പ് 12 ആകുമ്പോഴേക്കും ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും നല്ല വൈബായിരുന്നു, എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ എങ്ങനെയായിരുന്നു എന്ന് ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല, സ്റ്റേജ് കാണാത്തതുകൊണ്ട്. അപ്പോൾ എന്തായി, 12 ആകുമ്പോഴേക്കും എല്ലാവരും പോകാൻ തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ആകാശപാതയുടെ സെൻറ്ററിൽ കയറി നിന്നു. സെൻറ്ററിൽ കയറി നിന്നപ്പോൾ കറക്റ്റായിട്ട് സ്റ്റേജിൻ്റെ ആ വ്യൂ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നിട്ട് വടക്കുന്നാഥൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നിരഞ്ജനെ അടുത്ത് ഞാൻ കുറേ നേരമായി ചോദിക്കണം നിനക്ക് ഏത് ഐസ്ക്രീമാണ്. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ എന്ന്. അവൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏതാണെന്ന് അറിയാം, പക്ഷെ എന്നാലും അവൾ പറയണ്ടേ. അപ്പോൾ അവൾ പറയുന്നില്ല നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോ പറഞ്ഞിട്ട് വെറുതെ എന്നെ പിരിയേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവൾ
അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുഖം കവർ ചെയ്തിട്ട് ഇത് മതി എന്തോ പറയുന്നുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല. ന്യൂ ഇയർ ആയിട്ട് രണ്ടെണ്ണത്തിനും കിളി പോയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, എന്നിട്ട് വേറെ ഐസ്ക്രീമുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഫേസ് കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ ഒരാൾക്ക് ചെറുതായിട്ട് മടിയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതാ കണ്ടില്ല, ഇങ്ങനെ ഫേസ് കവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ അവളോട് പറയും, നീ പറഞ്ഞിട്ട് കാര്യമില്ല, നീ വീഡിയോയിലൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ വേറൊരു സ്ഥലത്തും പോയി, അവിടെയും ഐസ്ക്രീം ഇല്ല കേട്ടോ. അവൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഏതാണെന്ന് വെച്ചാൽ മറ്റേ കോൺ ടോപ്പ് ഇല്ലേ, ചോക്ലേറ്റാണ് തോന്നണോ, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കോൺ ടോപ്പ് വേണമെന്നുണ്ടായിരുന്നില്ല, സോ അത് ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നു. പക്ഷെ അവിടെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇതാ വീണ്ടും തിരിച്ചു, ഐസ്ക്രീം വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഈ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചാടി ചാടി പോകുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ ഞാൻ ആക്ച്വലി കണ്ടില്ല കേട്ടോ ഇവരിതൊക്കെ വീഡിയോ എടുക്കുന്നത്. നിരഞ്ജനയുടെ പണിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അത് ഇങ്ങനെ ചാടി പോകുമ്പോഴേ അതിലൊരു സൗണ്ട് കേൾക്കും. ചിലതിൽ സൗണ്ട് ഉണ്ടാവില്ല, എന്നാൽ ചിലതിൽ സൗണ്ട് ഉണ്ടാവും. എന്താ ചെയ്യുക, എത്രയും വലുതായിട്ടും ഈ ചൈൽഡിഷ് ബിഹേവിയർ ഉണ്ടല്ലോ അത് ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ കുരുത്തക്കേട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ വെറുതെ, ഇതൊക്കെ അവളോട് ചിലപ്പോൾ വല്ല സ്നേഹം തോന്നിയാൽ കെട്ടിപ്പിടിച്ചതായി കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, കീരിയും പാമ്പും പോലെയാണ്, പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹമാണ്, കുഴപ്പമില്ല. അപ്പോൾ ഐസ്ക്രീം നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എനിക്ക് ചായ വേണ്ടായിരുന്നു കേട്ടോ, മമ്മിയും നിരഞ്ജനയും ചായയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കോൺ ഉണ്ടായിരുന്നു, കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് കോൺ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുക കേട്ടോ. ചൂടുണ്ടോ? കൊടുക്ക്. ഇതൊക്കെ വെറുതെ കേട്ടോ, അതൊക്കെ മമ്മീനെ പറ്റിക്കാനും കളിപ്പിക്കാനും വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ മമ്മി നോക്കട്ടെ എന്ന് മമ്മി പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് മമ്മി പറയില്ല, നോക്കട്ടെ നോക്കട്ടെ എന്ന് മമ്മി പറയാം കേട്ടോ. മമ്മീനെ പറ്റിക്കാനും കളിപ്പിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതാണ്. പിന്നെ കുറേ പേര് എനിക്ക് ന്യൂ ഇയർ വിഷസ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ നമ്മളിങ്ങനെ വഴിയിൽ പോകുന്ന ടൈമിൽ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളോട് വിഷ് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവിടെ ഇരിക്കാൻ സ്പേസ് ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്തു, അവളുടെ മടിയിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്ത മമ്മിക്ക് ഉമ്മ. അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ എന്നെ ചെയ്ത പണി നോക്കട്ടെ, ആ ചായയുടെ ഗ്ലാസ് നല്ല ചൂടാണ്. അപ്പം ഞാൻ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് അവൾ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ കൊണ്ടിട്ട് ആ ചൂട് ഗ്ലാസ് വെച്ചു വിട്ടാൽ. ഇതിനൊക്കെയാണ് ഞങ്ങളിങ്ങനെ നിസ്സാരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ നടന്ന് പാറമേക്കാവിൻ്റെ അവിടേക്ക് എത്തി. വണ്ടി ഇവിടെ ആട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. എന്ത് രസമാണ് കാണാമെന്നറിയോ, ലൈറ്റ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മളവളെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 2:30-3 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ കറങ്ങിയടിച്ച് നടന്നപ്പോഴേക്കും ഇത്ര ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂ ഇയർ വ്ളോഗ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് വിത്ത് അസൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.